ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീലയുടെയും കുഞ്ഞമ്മയുടെയും അഹങ്കാരം അതിരി കടക്കുകയാണ്. അങ്ങനെ സച്ചി സാറും രഘുവും സച്ചി സാറിൻ്റെ കുടുംബവും വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സുശീലയ്ക്ക് എൻ്റെ മകളെ മരുമകളായി കൊടുക്കണോ എന്നുള്ള ചിന്ത സച്ചി സാറിൻ്റെ മനസ്സിൽ വരികയാണ്. രഘുവിനും ആ ഒരു ചിന്ത തന്നെയാണ് വരുന്നത്. അപ്പോൾ സത്യനെ ഓർത്തിട്ടാണ് ഈ കല്യാണത്തിന് തന്നെ അവർ സമ്മതിക്കുന്നത്. സത്യം നല്ലൊരു പയ്യനായതുകൊണ്ടാണ് ഇന്ദുവിനെ സച്ചി സാറ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ സുശീലയുടെ കുഞ്ഞമ്മയുടെയും സ്വഭാവത്തിൽ ഓരോ കഴിയും തോറും അഹങ്കാരം കൂടി വരികയാണ്. അങ്ങനെ എല്ലാവരോടും മോശമായിട്ട് തന്നെ സുശീല പെരുമാറുകയാണ്. അങ്ങനെ സച്ചി സാറിന് ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയാലോ എന്നുള്ള ചിന്ത വരികയാണ്. ഇന്ദുവിന്റെ മനസ്സിലും അതേ ചിന്ത തന്നെയാണ് വരുന്നത്. അങ്ങനെ സുധനും രവിയും കൂടി കല്യാണം മുടക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടാവുക. സുശീലയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടി കൊടുക്കണം എന്ന് തന്നെയാണ് 3 പേരും തീരുമാനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഡോക്ടറോട് രവി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ സത്യനുമായിട്ടുള്ള കല്യാണം ഇന്ദുവിന്റെ മുടങ്ങിക്കഴിഞ്ഞാൽ നീ അവളെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെയും ആലോചിച്ചിട്ടില്ല. എനിക്ക് ഇന്ദുവിനെ ഇനിയിപ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ സുശീലക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു വാശി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്യാണം മുടക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. സത്യൻ നല്ലൊരു പയ്യനൊക്കെ തന്നെയാണ്, പക്ഷേ സുശീലയുടെ സ്വഭാവത്തിന് അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കളിക്കൊക്കെ ഞാനും കൂടി കൂട്ടുനിൽക്കുന്നത് എന്ന് പറയണേ. അങ്ങനെ ഡോക്ടർ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. കേറ്ററിംഗ് സർവീസുകാരാണെന്നും പറഞ്ഞിട്ടാണ് അവരെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. വേണ്ടി വന്നാൽ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് സത്യനെ തട്ടിക്കൊണ്ടുപോവാനും ഇവർ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് രവിയെയും സുധനെയും. അപ്പോൾ സുധൻ പറയുന്നുണ്ട്, അവിടെ ഇപ്പോൾ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സച്ചി സാറിൻ്റെ മനസ്സിൽ ഇപ്പോൾ കല്യാണത്തിൽ നിന്നും പിന്മാറിയാലോ എന്നുള്ള ചിന്ത വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിനുള്ള തീ കൊളുത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ രവിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ രവിയെയും കാത്ത് ഹർഷ അവിടെ നിൽക്കുന്നുണ്ട്. ഹർഷ പറയുന്നുണ്ട്, എന്താണ് രവിയേട്ടനെ കാണാത്തത്? ഇപ്പോൾ 2-3 ദിവസമായിട്ട് രവിയേട്ടൻ മറ്റെന്തൊക്കെയോ പരിപാടിയിലാണ്. രവിയേട്ടൻ എന്താണ് വരാത്തത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് ഹർഷ. അങ്ങനെയാണ് അവിടേക്ക് രവി വരുന്നത്. അപ്പോൾ രവിയേട്ടൻ എവിടെയാണ് പോയത്? ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു. നമുക്ക് കല്യാണ ഫംഗ്ഷന് പോവേണ്ടേ? ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ രവിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് രവിയേട്ടൻ മറ്റെന്തൊക്കെയോ ചിന്തയിലാണ്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞാൻ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ എല്ലായിടങ്ങളിലും തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊന്നും ആ പരീക്ഷയിലൊന്ന് വിജയിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ. തോറ്റ വിഷയങ്ങളൊക്കെ എഴുതിയെടുത്ത് എനിക്കതിൽ പാസ്സാവണം എന്നൊക്കെ അർത്ഥം വെച്ച് ഹർഷയോട് പറയുകയാണ്. അപ്പോൾ ഹർഷയ്ക്കാണെങ്കിൽ രവി പറയുന്നത് എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ കല്യാണത്തിന് പോവാൻ വേണ്ടി രവിയും ഹർഷയും പുറപ്പെടുകയാണ്. ഈ സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് വിനയൻ വരുന്നുണ്ട്. എന്നിട്ട് വിനയനുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വിനയൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, മഞ്ചാടിക്ക് ഇപ്പോൾ കേസ് പിൻവലിക്കണം എന്നുണ്ട്. കാരണം ഇവൻ രാജിൻ്റെ ഭാവി ഓർത്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. നല്ല മാർക്കോട് കൂടി പാസ്സായ ആ കുട്ടിക്ക് ഞങ്ങൾ കാരണം ഇനി ഒരു ജീവിതം ഇല്ലാതാവണ്ട, അവൻ്റെ ഭാവിക്ക് ഞങ്ങളായിട്ടൊരു തടസ്സം നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് വിനയ എന്ന് പറയാണ്. അപ്പോൾ വിനയൻ പറയുന്നുണ്ട്, ആ ചീരു സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലേ എന്ന് ചോദിക്കും. അതൊന്നുമല്ല, ഇതിലിപ്പോൾ പ്രതിയായിട്ടുള്ളത് ഗോകുലല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത ഗോകുലാണ് ഇതിൽ പെട്ടുപോയത്. അതുകൊണ്ട് അവൻ കുറച്ച് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് സച്ചിയുടെ തീരുമാനം ഇപ്പോൾ മാറിയിട്ടുണ്ട്. സച്ചി പറയുന്നത് ഈ കേസ് പിൻവലിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. കാരണം സച്ചിയുടെ മകനല്ലേ അതിൽ ഇരയായത്. അതുകൊണ്ടാണ് അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ കേസ് മുന്നോട്ട് പോകണം എന്നാണ് സച്ചിയുടെ തീരുമാനം. എന്തായാലും ഗോകുലിന് ഒരു കുഴപ്പവുമില്ല. ഗോകുൽ കേസ് പിൻവലിക്കാനൊക്കെ ഗോകുൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ, സച്ചിയോട് ഗോകുൽ തന്നെ സംസാരിച്ച് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് വിനയനെ. അത് കേൾക്കുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് വിനയൻ അവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് സുശീല വരുന്നത്. അങ്ങനെ വിനയനും മാഷും കൂടി സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ സുശീലയ്ക്ക് വീണ്ടും അസൂയ വരികയാണ്. അങ്ങനെ സുശീല അർത്ഥം വെച്ച് മാഷിനോടും വിനയനോടും കൂടി സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നല്ല സ്നേഹത്തിലാണല്ലോ. ഇതുവരെയും ഞാൻ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ എന്ന് പറയട്ടോ. അപ്പം മാഷും പറയുന്നുണ്ട്, അത് ശരിയാണ് സുശീലെ, ഞാനും എപ്പോൾ കാണുമ്പോഴും സുശീല എന്നോട് കീരിയും പാമ്പും പോലെ തന്നെയാണ് പെരുമാറിയിരുന്നത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സുശീലയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഉത്തരം മുട്ടിപ്പോവുകയാണ്. അങ്ങനെ മാഷ് സുശീലയ്ക്കും നല്ല മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ സുശീല പറയാം, നടക്കട്ടെ, ഇപ്പോൾ ഈ കല്യാണം കൊണ്ട് മാഷിൻ്റെ മരുമക്കളെ എല്ലാം ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ ഒരു അർത്ഥം വെച്ചിട്ടാണ് സുശീല
സുശീല പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ വിനയനോട് മാഷ് പറയുന്നുണ്ട്, ആര് മാറിയാലും ഈ സ്ത്രീയുടെ സ്വഭാവം മാത്രം ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇപ്പോൾ സത്യന്റെയും ഇന്ദുവിന്റെയും കല്യാണം കൂടി നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ തലക്കനം കൂടുകയുള്ളൂ. ഇപ്പൊ തന്നെ കൂടുതലായി അഹങ്കരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയണം. ഒരു തടസ്സവും കൂടാതെ ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. സച്ചിക്കൊക്കെ ഇപ്പോൾ മനംമാറ്റം വരല് തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവർ അത്ര അഹങ്കാരത്തോടു കൂടിയാണ് ഇവിടെ പെരുമാറുന്നത്. എന്തായാലും ആ പിള്ളേരുടെ കല്യാണം ഒന്ന് ഭംഗിയായി നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ മാഷ് വിനയനോട് പറയുകയാണ്. പിന്നീട് സുശീലയും കുഞ്ഞമ്മയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പന്തലിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് സച്ചിയുടെ അപ്പച്ചിയുടെ മോളൊക്കെ കഴിക്കുകയാണ്. അതുപോലെ മാഷിന്റെ മക്കളും കഴിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് സുശീലയ്ക്കും കുഞ്ഞമ്മക്കും അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഇത് എവിടുത്തെ മര്യാദയാണ്? ആദ്യം ഭക്ഷണം കഴിക്കേണ്ടത് ആൺവീട്ടുകാരല്ലേ, അവർക്കല്ലേ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിപ്പോ ഇവിടെ എന്ത് മര്യാദയാണ് ഉള്ളത്? നിങ്ങൾ തന്നെ ആദ്യം ഭക്ഷണം കഴിച്ചാൽ അതൊരു നല്ല ശീലമല്ലല്ലോ എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ കുഞ്ഞമ്മ പറയുന്നത്. ആ സമയത്ത് മാഷൊക്കെ പറയുന്നുണ്ട്, മാഷും സച്ചിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവര് പറയുന്നുണ്ട്, നിങ്ങൾ ഇരുന്ന് കഴിച്ചോളൂ എന്ന് പറയാണ്. അമ്പിളി പറയുന്നുണ്ട്, ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ നോക്കുമോ എന്നൊക്കെ പറയാട്ടോ. അപ്പൊ മാഷ് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയണേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് മാഷ് നിർത്താൻ പറയുകയാണ്. അപ്പോൾ അപ്പച്ചി പറയുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് വിളിച്ചതാണല്ലോ, ആ സമയത്ത് നിങ്ങൾ വരാഞ്ഞതല്ലേ എന്ന് പറയാട്ടോ. അപ്പോൾ സോനയും പറയുന്നുണ്ട്, അമ്മയും കുഞ്ഞമ്മയും കുറെ വിളിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞ് മതിയെന്ന്. ഇനിയിപ്പോൾ എന്തിനാ ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും വെറുതെ ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയണം. അപ്പോൾ ഭാനുമ്മയും പറയുന്നുണ്ട്, സുശീലെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന, ഇനി കഴിച്ചിട്ട് പോവാൻ നോക്ക്. ഇതിനൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കാണോ വിശപ്പുള്ളത് അവർ അങ്ങ് കഴിക്കും, അതിനിപ്പോൾ എന്താ തെറ്റുള്ളത് എന്നൊക്കെ ഭാനുമ്മയും കൂടി പറയുകയാണ് കേട്ടോ. അങ്ങനെ സുശീലയുടെയും കുഞ്ഞമ്മയുടെയും മറുപടി കേട്ട് എല്ലാവർക്കും ദേഷ്യം പിടിച്ച് അപ്പച്ചിയും മാഷിന്റെ മക്കളും എല്ലാം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷവും സുശീലയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒരു മനമാറ്റവും ഇല്ലാതെ അവർ ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ കൈ കഴുകി തിരിച്ചു വരുന്ന സമയത്ത് ഭക്ഷണത്തിനെ കുറ്റം പറയുകയാണ് കുഞ്ഞമ്മ. അപ്പോഴത്തേക്കും അപ്പച്ചിയുടെ മകനൊക്കെ അവിടെ കള്ളൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ടാവും. അങ്ങനെ കൈ കുടഞ്ഞു പോകുന്ന സമയത്ത് അപ്പച്ചിയുടെ മകന്റെ ദേഹത്തേക്ക് അങ്ങ് തെറിക്കുകയാണ്. അതോടുകൂടി അവിടെ പ്രശ്നം ഉണ്ടാവുകയാണ്. നിങ്ങൾ എന്ത് സ്ത്രീയാണ്? ഇത്രയ്ക്ക് മര്യാദയില്ലാത്ത സ്ത്രീയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ എന്താ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിച്ചിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുഞ്ഞമ്മയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ നീ ഏതാടാ ചെക്ക, എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തരിക്കുകയാണ്. അങ്ങനെ അപ്പച്ചിയുടെ മകൻ കുഞ്ഞമ്മയെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് വീഴാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും ഇന്ദ്രനൊക്കെ വരികയാണ്, സത്യനൊക്കെ വരികയാണ്. എന്നിട്ട് അവർ തടയുകയാണ്. നിങ്ങൾ വലിയ വീട്ടുകാരൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ഇങ്ങനെയൊന്നും ഒരു വയസ്സായ ആളോട് പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രനും കൂടി അതിലിടപെടുകയാണ്. അങ്ങനെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരം കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് പ്രശ്നമാവുകയാണ്. അപ്പോൾ സച്ചിയുടെ മനസ്സിലും ഗോകുലിന്റെ മനസ്സിലൊക്കെ വല്ലാതെ അങ്ങ് മനസ്സിലേക്ക് വിഷമം വരുന്നുണ്ട്. ഇന്ദുവിനെ ഇങ്ങനെ കച്ചറയായ ഫാമിലിയിലേക്ക് തന്നെ അയച്ചു കൊടുക്കണല്ലോ എന്നുള്ള ആ ഒരു വിഷമം അവരുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് മാപ്പ് പറയുകയാണ്. അത് കേട്ടതോടുകൂടി സുശീലയും കുഞ്ഞമ്മയും ഒന്ന് അടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സത്യൻ അങ്ങ് ദേഷ്യം വരികയാണ്. കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ ജയിച്ചില്ലേ, നിങ്ങൾക്ക് ഇതല്ലേ വേണ്ടത്, ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞ് സത്യന് ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ സത്യം പെട്ടെന്ന് അങ്ങ് നോക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടും കൊണ്ട് ഇന്ദു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ദുവിന് വല്ലാതെ വിഷമമാവുകയാണ്. ഇത്രയും കൾച്ചർ ഇല്ലാത്ത ഫാമിലി ആണല്ലോ എന്നുള്ള ചിന്ത ഇന്ദുവിന്റെ മനസ്സിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യനും ഒരു വിഷമമാവുകയാണ്. ഇന്ദുവിനെ ഞാൻ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ചിന്ത സത്യന്റെ മനസ്സിലും വരുന്നുണ്ട്. ഇന്ദുവിന്റെ കല്യാണം കൂടാൻ വേണ്ടി ഡോക്ടറുടെ അപ്പച്ചി വരുന്നുണ്ട് US നിന്നും. അങ്ങനെ ഇന്ദുവിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് റിസോർട്ടിലേക്ക് വന്ന് ഇന്ദുവിന് സമ്മാനമായി അപ്പച്ചി ഒരു മാല കൊടുക്കുന്നുണ്ട്, കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, ദൈവം എന്താണോ നിശ്ചയിച്ചത് അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഡോക്ടറുടെ അപ്പച്ചി അവിടെ നിന്നും പോകുന്നത്. ഇനി ഇന്ദുവിന്റെയും സത്യന്റെയും കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടർ തന്നെയാണ് ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നത്. അതിന് അപ്പച്ചി തന്നെയാണ് ഇനി കാരണമാകുന്നത്. അപ്പച്ചി എന്തു പറഞ്ഞാലും ഡോക്ടർ അത് അനുസരിക്കുകയും അപ്പച്ചിയോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ട് തന്നെ ഇന്ദുവിനെ കല്യാണം കഴിക്കുകയാണ് ഡോക്ടർ. അങ്ങനെ സുശീലയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ ഇനി കിട്ടാൻ പോകുന്നത്. അവർ എല്ലാവരും കൂടി സുശീലയുടെ ശത്രുക്കളെല്ലാം കൂടി കൈ ഓർത്തത് കൊണ്ട് തന്നെ സത്യന്റെയും ഇന്ദുവിന്റെയും കല്യാണം മുടങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അതോടുകൂടി സുശീലയുടെ പത്തിക്കിട്ട് തന്നെയാണ് നല്ലൊരു കൊട്ട് കിട്ടാൻ പോകുന്നത്.